ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഇന്ന് വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഞാനും കൂടി അങ്ങനെ പരിപാടിയൊക്കെ ഒതുക്കി ഇപ്പോൾ ഒരു 12:30 അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത പ്ലാനിങ് എന്ന് വെച്ചാൽ കുറേ നാൾ ഇടാതിരുന്നിട്ടിട്ട് എൻ്റെ കാത് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു കേട്ടോ. ഇത് സെക്കൻഡ് സ്റ്റഡ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങി ബാങ്കിൽ പോകുമ്പോഴാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് ഒരിത്തിരി പോലും പൈസ ഇടാൻ പറ്റുന്നില്ല. അപ്പം തന്നെ അത് പിടിച്ചുകൊണ്ട് പോവാണ്. പക്ഷേ എൻ്റെ അക്കൗണ്ട് ഒരു പ്രശ്നമില്ല, ലോണില്ല, EMI ഇല്ല. EMI ഒന്നും വരാൻ സമയമായില്ല കേസ്, എനിക്കിപ്പോൾ 18 വയസ്സായതുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ വരാനാണ്? അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇടുമ്പോൾ അതൊരു ഇച്ചിരി 49, 59, 25 ഇങ്ങനെയൊക്കെ ആയിട്ട് പിടിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ ഒരു 3-4 പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പോയി ഒന്ന് തിരക്കണം. പിന്നെ എൻ്റെ പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. സോ നമുക്ക് പോയിട്ട് വരാം. നമുക്ക് വീഡിയോ അപ്പോൾ ഗൈസ് ബാങ്കിൽ പോയി ഒഴിവാക്കി കിട്ടുകയാണ്. കാരണം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്. കാരണം നമ്മളിപ്പോൾ തന്നെ ലേറ്റായി 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അക്ഷയയിലൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ മൂന്നിടത്ത് കിടക്കുവാണ്. ബാങ്ക് ആണെങ്കിലും അക്ഷയ ആണെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കിടന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും എല്ലായിടും പല സ്ഥലത്തായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ടൈം കുറവാണ്. നമ്മൾ തന്നെ പക്ഷേ ഇത് ഒഴിവാക്കാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ബാങ്കിൽ വിളിച്ചു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇന്നുകൊണ്ടാണ് പിടിക്കുന്നത്, ഇന്നുകൊണ്ടാണ് സാധനങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പിടിക്കില്ല കേട്ടോ. ഇനി കുറച്ച് നാളത്തേക്ക് ആശ്വാസമുണ്ട്. അത് 3 ദിവസം ഇരിക്കുമ്പോൾ SMS ചാർജ് പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്, ക്ലാരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പോകുന്നില്ല. എന്നാലും നമുക്ക് എന്തായാലും അർജൻറ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം, ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. സോ നമുക്ക് എന്തായാലും ഇതൊക്കെ പിറക്കി വയ്ക്കാം കേട്ടോ. ഈ പാസ്ബുക്ക്, ID കാർഡ് കാര്യങ്ങളെല്ലാം പിറക്കി വയ്ക്കാം. ടൈമില്ലാത്ത പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണം കഴിച്ചു. ഇന്നിപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഈവനിങ് റൊട്ടീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കറിയത്തില്ല, അതിൻ്റെ ഇതിന് പോയി ക്ലിയർ ചെയ്തപ്പോൾ അത് ഫുൾ അടിച്ചു പോയി. എൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ പോയി കഴിച്ചു. ഇങ്ങനെ പോയി തരത്തില്ല. ഞാൻ എവിടെയോ പിടിച്ച് ജെക്കി ക്ലിയർ അടിച്ചായിരുന്നു. സ്റ്റോറേജ് സ്പേസ് കാണിച്ചപ്പോൾ ഞാൻ എന്തോ ചെയ്തതാണ്. പക്ഷേ എൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും മെമ്മറീസൊക്കെ പോയി. അപ്പോൾ മെമ്മറി കാർഡ് ഇല്ല കേട്ടോ, ഫോണിലാണ്. അതുകൊണ്ടാണ് മെയിൻ പ്രശ്നം. എനിക്കൊരു മെമ്മറി കാർഡ് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. സോ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരുങ്ങട്ടെ, ഇല്ലെങ്കിൽ ഉമ്മ ഇപ്പോൾ കുളിക്കാൻ കയറി, അല്ലെങ്കിൽ വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞ് ചാടിക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കട്ടെ. കായംകുളത്തോട്ട് തന്നെയാണ് പോയത്. കാരണം നമുക്ക് വേറെ കുറച്ച് അത്യാവശ്യങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചേച്ചിക്ക് കൊലുസും മറ്റേ ബ്രേസ്ലെറ്റൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കായംകുളത്ത് പോയേ പറ്റത്തുള്ളായിരുന്നു. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കുറച്ച് മടിയായതുകൊണ്ട് ഉമ്മയുള്ള സമയത്ത് പോകാമെന്ന് വെച്ചിട്ട് ഞാനങ്ങനെ പറഞ്ഞു കായംകുളത്ത് അക്ഷയയിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് കായംകുളത്ത് അക്ഷയയിൽ വന്നപ്പോൾ പാൻ കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അല്ലാണ്ട് ഫോട്ടോ ഉണ്ടായിരുന്നില്ല. അവിടെ യൂണിഫോമിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യൂണിഫോം ഫോട്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നേ കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നമ്മൾ അക്ഷയയിൽ പോയി. അപ്പോൾ നമുക്കറിയാവുന്ന ചേച്ചി കേട്ടോ അക്ഷയ ഇരിക്കുന്നത്. അപ്പോൾ ഉമ്മയും ആ ചേച്ചിയും കൂടെ ഇങ്ങനെ ചെയ്യട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ ഒരു സൈൻ മതി. അപ്പം ഞാൻ സൈൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ വന്നിരുന്ന് ഇങ്ങനെ ഫോണിൽ കളിച്ച് നിൽക്കട്ടെ. പിന്നെ ഉമ്മ നേരത്തെ നിന്ന കടകളിൽ ഇങ്ങനെ കയറി അപ്പുറത്തും ഇപ്പുറത്തും ഉമ്മ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നേരത്തെ നിന്ന കടകളിൽ കയറി അവരായിട്ടൊക്കെ വർത്താനം പറഞ്ഞു. ഒരു വട്ടം വർത്താനം പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടോ പിന്നെയും പോയി ഇന്ന് വർത്താനം പറയുന്നത്. എന്നിട്ട് ഞാനങ്ങനെ ഉമ്മയെ വെയിറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ പോയി കൊലുസും ചെയിനും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ആ ചേച്ചീനെ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തേ അതൊക്കെ ഏതാ വേണ്ടതെന്നൊക്കെ നോക്കി നമ്മൾ സാധനമൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ജ്യൂസ് കുടിക്കാൻ കേട്ടോ ആദ്യം വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ കഴിച്ച ചായയും പിന്നെ ഈ മീറ്റ് റോളും ഇതാട്ടോ കഴിച്ചത്. മീറ്റ് റോളാണ് കഴിച്ചത്. മീറ്റ് റോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിനകത്ത് കുറേ ഫില്ലിങ്സിനെക്കാട്ടി കൂടുതൽ റോള് തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അപ്പച്ചിൽ അങ്ങ് വന്നിട്ട്. അപ്പോൾ ഈ തത്ത സംസാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത് സംസാരിക്കില്ല. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ അതിൻ്റെ സംസാരം കേൾക്കേ. Cakere umma. Tapi. Cakere ojol kena deh pak. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമറ കണ്ടിട്ട് മനസ്സിലായെന്ന് വെച്ചിട്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്ത് വെച്ചപ്പോൾ കുറച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ വേർഡ്സൊക്കെ പറയും, കുറേ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. തത്തമ്മേ, പൂച്ച വാ, കൊച്ചുമണിക്കട കടി പോ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. ഈ തത്തമ്മ പക്ഷേ അവിടെ ഇക്കായെ മാത്രം വിളിക്കും, ഇക്കയുടെ പേര് മാത്രം അറിയിക്കുക മാത്രം വിളിക്കും, വേറെ ഒന്നും ഇങ്ങനെ സംസാരിക്കാറില്ലെന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുമില്ല. അങ്ങനെ 2 തത്തമ്മ അപ്പുറമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാമാടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ രാത്രി നോക്കിയാൽ മതി കേട്ടോ. ഞങ്ങളൊരു 7, 7:30, 8 മണിക്ക് ആവാണ്ട് പോകത്തില്ല. അപൂർവങ്ങളായിട്ടാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നു.
കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് താമസിച്ച് വന്നിട്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോൾ ഒരു കൂന തുണി മടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഞാൻ ഒരു ഇടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ തുണിയെല്ലാം മടക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ തുണിയെല്ലാം മടക്കിയിട്ട് ഞാൻ അപ്പോഴേ പോയി മുഖമെല്ലാം കഴുകിയിട്ട് വന്നിട്ട് ഉറങ്ങിയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.